പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ പുറത്തുള്ള ഒരു യാത്രയാണിത്. ഇന്ന് നമ്മൾ പോകുന്നത് പട്ടാമ്പിക്കൊപ്പത്തുള്ള രായരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. തലേദിവസം രാത്രിയാണ് നമ്മളിത് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നേരത്തെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വിശപ്പ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊപ്പത്തുള്ള ഈ ഹോട്ടലിലാണ് കയറിയത്. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുന്ന സ്ഥലത്തല്ല നമുക്ക് ഭക്ഷണം കിട്ടാൻ വളരെ ലേറ്റ് ആവാറുണ്ട്. പക്ഷെ ഇവിടെ നേരെ വിപരീതമായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടി. പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. എല്ലാം നമ്മൾ കയറി അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് ശരിക്കുള്ള അവിടുത്തെ തിരക്ക് നമുക്ക് മനസ്സിലായത്. പോകുന്തോറും തിരക്ക് കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ വഴിയിലൂടെ നടന്ന് നമ്മൾ ക്ഷേത്രത്തിന്റെ അവിടെ എത്തി. കാണുമ്പോൾ ചെറിയ സ്റ്റെപ്പുകളായിട്ടാണ് തോന്നിയതെങ്കിലും കയറുന്തോറുമാണ് ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയത്. കയറുന്ന എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരേ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് എത്തിക്കിട്ടണേ എന്നുള്ളതാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും. നമ്മൾ പകുതി കയറി കഴിഞ്ഞതിന് ശേഷം താഴേക്ക് നോക്കുന്ന വ്യൂ ആണ് ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ആ മലയുടെ മുകളിലെത്തി. അവിടെയാണ് ഈ ശിലയും അതുപോലെ തന്നെ ചെറിയൊരു ക്ഷേത്രം ഉള്ളത്. നാറാണത്തുഭ്രാന്തന് ഇവിടെ വെച്ചാണ് ഭഗവതി ദർശനം ഉണ്ടായെന്നുള്ളതാണ് ഇവിടത്തെ ഐതിഹ്യം. തുലാമാസിലെ 1-ാം തീയതിയാണ് ഈ മലകയറ്റം നടന്നു പോകുന്നത്. പിന്നീട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന വേറെ ക്ഷേത്രത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. പാറകൾക്ക് മേലെയുള്ള ഒരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. താഴെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഗുഹ ഇങ്ങനെ ആയിരുന്നില്ല. വരുന്ന വഴിക്ക് പിന്നെ നമ്മുടെ ഈ മുളയരി പായസം കണ്ടു. അതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു.